കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്കൽ ആശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. 9-ാം സങ്കീർത്തനത്തിലെ ഈ വാക്കുകൾ മക്കൾ എപ്പോഴും ഓർക്കണം. ജീവിത സംഘർഷങ്ങളിൽ ഞാൻ എൻ്റെ മക്കൾക്ക് നൽകുന്ന വിസ്മയ വാഗ്ദത്തങ്ങളാണ് ഇതൊക്കെ. മക്കളെ, പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അനിവാര്യതയാണ്. പാപം അധിവസിക്കുന്ന ലോകത്താണ് മക്കൾ ജീവിക്കുന്നത്. പാപരോഗത്തിൻ്റെ അനന്തരഫലങ്ങളായ വിദ്വേഷം, വെറുപ്പ്, പ്രതികാരം, ശത്രുത, രോഗം, മരണം തുടങ്ങിയ പ്രതിസന്ധികൾ ലോകവ്യാപകമാണ്. എല്ലാവരും നേരിടുന്ന പ്രതിസന്ധികളാണ്. ഗുരുതര രോഗം ബാധിച്ച ശരീരത്തിലെ ഓരോ കോശങ്ങളും രോഗത്തിൻ്റെ ക്ലേശമനുഭവിക്കുന്നത് പോലെ പാപലോകം മനുഷ്യർക്കും സകല ജീവജാലങ്ങൾക്കും കഷ്ടത വിതച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, ഇത്തരം വിഷമഘട്ടങ്ങളിൽ സഹായവും സാന്ത്വനവും പകർന്നു തരാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. ജീവിതത്തിൽ നിന്ന് എല്ലാ പ്രതിസന്ധികളും മാറ്റിത്തരണമെന്ന പ്രാർത്ഥനയ്ക്ക് മക്കളെ ഇപ്പോൾ പൂർണ്ണമായും മറുപടി നൽകാൻ കഴിയില്ല. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ സൃഷ്ടിക്കുമ്പോൾ അപ്പോൾ മാത്രമേ അത് യാഥാർത്ഥ്യമാകൂ. പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, നഷ്ടങ്ങൾ തുടങ്ങിയ പ്രതികൂലതകളിൽ എൻ്റെ ദിവ്യ പരിപാലനത്തിൻ്റെ സൗഖ്യസ്പർശം മക്കളോടൊപ്പമുണ്ടായിരിക്കും. ദാമ്പത്യ പ്രതിസന്ധികളിൽ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ, ചിന്തകൾ വഴിതെറ്റുമ്പോൾ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല എന്ന എൻ്റെ വചനങ്ങളിൽ മക്കൾ ആശ്വാസം കണ്ടെത്തണം. നിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധി വളരെ ഗുരുതരമാണ്. ഇനി നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നൊക്കെ അസ്വസ്ഥമായ മനസ്സും നിഷേധശക്തികളും മക്കളോട് പറഞ്ഞേക്കാം. അതൊന്നും കേട്ട് മക്കൾ അപകടകരമായ തീരുമാനങ്ങൾ എടുക്കരുത്. ദുർഘട സമയങ്ങളിൽ മക്കൾ എൻ്റെ മുഖത്തേക്ക് നോക്കണം. എൻ്റെ വാഗ്ദത്തങ്ങളിൽ മനസ്സുറപ്പിക്കണം. വൈകാരികമായി പ്രതികരിക്കാതെ ഞാൻ നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്ന എൻ്റെ സമയം വരെ മക്കൾ ക്ഷമയോടെ കാത്തിരിക്കണം. എൻ്റെ ഉള്ളംകൈയിൽ ഞാൻ വരച്ച് സ്നേഹിക്കുന്ന മക്കളാണ് നിങ്ങൾ. ഈ വിസ്മയ സത്യം ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ എന്നിൽ മനസ്സുറപ്പിക്കാൻ മക്കൾക്ക് സാധിക്കും. കാലിന് വിളക്കും പാതയ്ക്ക് പ്രകാശവുമായ എൻ്റെ വചനത്തിൽ സംശയിക്കാതെ വിശ്വസിക്കുവാനും
ആശ്രയിക്കുവാനും മക്കൾക്ക് സാധിക്കും. ഞാൻ സർവശക്തനാണെന്ന് മക്കൾ തിരിച്ചറിയുമ്പോൾ എനിക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് വിശ്വസിക്കാനും എൻ്റെ മക്കൾക്ക് കഴിയും. ഞാൻ കരുണയുള്ള പിതാവാണെന്ന് വിശ്വസിക്കുന്ന മക്കൾ മുന്നിലെ വാതിലുകൾ അടയുമ്പോൾ തീർച്ചയായും അപ്പാ പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞ് എന്നെ വിളിക്കും. ഞാൻ വിശ്വസ്തനാണെന്ന് ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്ന മക്കൾ എൻ്റെ വാഗ്ദത്തങ്ങളിൽ മനസ്സുറപ്പിച്ച് കാണാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുവാൻ തയ്യാറാകും. 27-ാം സങ്കീർത്തനം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമുക്ക് മുമ്പിലെ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.